ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പൊ ഇന്നൊരു മെഹന്തി ബ്ലോഗാണ് കാണിക്കുന്നത്. ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിന്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിൽ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിലും ഹംസ് വരച്ചിട്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിന്റെ മുകളിലായിട്ട് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഓരോ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിന്റെ സൈഡിൽ ഇതുപോലെ 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഫ്ലവറിന്റെ അടുത്ത സൈഡിലും 4 ലൈൻസ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി സെന്ററിൽ കൊടുത്തിട്ടുള്ള 2 ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സൈഡും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള ലൈനിലും അതുപോലെ തന്നെ മുകളിലെ ലൈനിലും ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹംസിന് മുകളിലായിട്ട് താഴ്ഭാഗത്ത് മാത്രം ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത ഫ്ലവറിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ 2 ലൈൻസ് ഒന്ന് മുകളിലോട്ടായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിന്റെ 2 സൈഡിലും ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ചെടുത്ത ലൈനിന്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ റാ വരുന്ന ഷേപ്പിൽ ഒന്ന് ലൈൻസ് വരച്ചിട്ട് അതിന് മുകളിലായിട്ട് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു ലെയർ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വരച്ചെടുത്ത ഷേപ്പിനുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ ആ ഒരു ലൈന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഫ്ലവറിന് മുകളിൽ നിന്ന് കൊടുത്ത ലൈന് ഈ ഒരു ഷേപ്പിലോട്ട് വരുന്ന രീതിയിലൊന്ന് കൂട്ടിമുട്ടിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന സ്പേസിൽ 2 ഭാഗത്തും ഓരോ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ചെടുത്ത ലീവ്സിന്റെ ഒക്കെ 2 സൈഡിലും 2 ലൈൻസ് വീതം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന സ്പേസിലും ഓരോ ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലൈനിന്റെ 2 സൈഡിലും ലീവ്സ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന സ്പേസിൽ വീണ്ടും 2 ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്തിരി സ്പേസ് ഇട്ടിട്ട് 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഒരു സെന്ററിലുള്ള ലൈൻ കട്ടികൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി മുകളിലെ ലൈന് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ഫില്ല് ചെയ്തെടുത്ത ലൈനിന്റെ പുറത്തുകൂടെ ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 ലൈനുകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ മുകളിലോട്ടായിട്ട് ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ലൈനിന് മുകളിലായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഡോട്ട്സ് ഒന്ന് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്തിരി വലുപ്പത്തിലുള്ള ഡോട്ട്സ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിടവിട്ട് വരുന്ന ലൈൻസിൽ ഇതുപോലെ നേരെ വരുന്ന രീതിയിൽ ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഡിസൈനിന്റെ മുകളിലായിട്ട് കൈയിന്റെ ഉൾഭാഗത്തോട്ടായിട്ട് വരുന്ന രീതിയിൽ കറവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ലൈൻ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ 2 ലൈനുകൾ തമ്മിലൊന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ കൈയൊന്ന് സ്ലിപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു ലൈൻ വരക്കുന്ന ഭാഗം കാണിക്കാതിരുന്നത്. ഇനി ഉൾഭാഗത്തുള്ള സ്പേസിൽ ഇതുപോലെ ഒന്ന് ചെരിഞ്ഞ രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് വരുന്ന രീതിയിൽ 2 സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരച്ചെടുത്ത കോളത്തിന്റെ സെൻട്രലായിട്ട് ഒരു കുഞ്ഞു സ്പൈറൽ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കോളങ്ങളുടെ ഉള്ളിലും ഓരോ സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ചെടുത്ത കട്ടി കൂടിയ കർവ് വരുന്ന ലൈനിന്റെ പുറത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ലൈനിൽ മുഴുവനായിട്ടും ഹംസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോസ് ഒക്കെ കാണുന്ന കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഒത്തിരി പേര് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം തീരെ കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ റാ വരുന്ന ഷേപ്പ് ഒന്ന് അടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റാ ഷേപ്പിൽ വരച്ചെടുത്ത പെറ്റൽസിനുള്ളിലൊക്കെ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ വരുന്ന സ്പേസിലോട്ട് ഈ വരച്ചെടുത്ത ഡിസൈനിന് മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിഞ്ഞിട്ട് 4 ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് സെന്ററിൽ വരച്ചെടുത്ത 2 ലൈൻസുകൾ തമ്മിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിലുള്ള
ലൈൻസിന് മുകളിൽ ഒന്ന് ഹംസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഹംസിന് മുകളിലായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ ഡോട്ട്സ് ഒന്നിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം തള്ളവിരലിന് താഴെ വരുന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് ആ ഒരു സ്പൈറലിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഹംസിന് മുകളിൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഫ്ലവറിനോട് ചേർന്നിട്ട് അടുത്തൊരു ഫ്ലവർ നിൽക്കുന്ന രീതിയിൽ സ്പൈറൽസ് വരച്ചു കൊടുത്തിട്ട് ആ ഒരു സ്പൈറലിന് മുകളിൽ ഹംസ് വെച്ചിട്ട് പെറ്റൽസ് ആക്കി എടുത്തിട്ടുള്ള ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിന്റെ മുകളിലായിട്ട് അടുത്തൊരു ലെയർ ഫ്ലവേഴ്സ് കൂടെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുക്കുക. ഇനി തള്ളവിരൽ തുടങ്ങുന്ന ഭാഗത്ത് 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് സെൻട്രലിലുള്ള ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിന്റെ ഉൾഭാഗം വരെ ഇതേ ഒരു ഡിസൈൻ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം തള്ളവിരലിന് മുകളിൽ വരച്ചെടുത്ത ലൈനിൽ ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പിട്ട ശേഷം 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉൾഭാഗത്ത് വരുന്ന സ്പേസിൽ ഇതുപോലെ മുകളിലോട്ടായിട്ട് ലൈൻസ് ഒന്ന് ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് താഴെ ചെയ്തെടുത്ത പോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ലൈൻസിന്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വിരലിന്റെ മുകൾ ഭാഗത്തുള്ള ലൈനിൽ 2 സ്പൈറലൊന്ന് അടുപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്പൈറൽസിന് മുകളിൽ പെറ്റൽസ് ഒന്ന് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലായിട്ട് മുകളിലോട്ട് ഒരു കുഞ്ഞു ലീഫ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈയിന്റെ ഉൾഭാഗത്തായിട്ട് നേരത്തെ വരച്ചെടുത്ത ഡിസൈനിന്റെ ഇത്തിരി മുകളിലായിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിന്റെ 2 സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ലീവ്സും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടുവിരൽ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലെ കർവ് വരുന്ന ഒരു കുഞ്ഞ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനോട് ചേർന്ന് തന്നെ അടുത്തടുത്ത ലൈൻസ് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി ഈ ഒരു ലൈനിന് മുകളിലായിട്ട് സെന്റർ ഭാഗം മാത്രം ഇത്തിരി കൂടുതൽ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഒരു റൗണ്ട് കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വരച്ചെടുത്ത ഷേപ്പിനുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഡിസൈനിന്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടെ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിന് മുകളിലായിട്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ചൂണ്ടുവിരലിന് മുകളിലായിട്ട് 4 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രലിലുള്ള 2 ലൈൻസും ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത 2 ഫിംഗേഴ്സിലും 4 ലൈൻസ് വീതം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെൻട്രൽ ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലൈൻസിന്റെ ഒക്കെ ഗ്യാപ്പിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വരച്ചെടുത്ത ലൈൻസിനുള്ളിൽ താഴെ 2 സ്ഥലങ്ങളിലും ചെയ്തെടുത്ത പോലെ തന്നെ ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ചെറിയ വിരലിലും ഇതുപോലെ തന്നെ ലൈൻസ് മുഴുവനായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് ലൈൻസ് ഒന്നും മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ആ ഒരു ലൈനിലും ഫുള്ള് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയും വീഡിയോസിന്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോന്റെ ലെങ്ത് തീരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്തിരി സ്ലോ ആയിട്ട് വീഡിയോസ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ വരച്ചെടുത്ത ലൈൻസിന് മുകളിലൊക്കെ ഒന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഹംസിന് മുകളിലായിട്ട് 2 സ്പൈറലൊന്ന് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ട് ആ 2 സ്പൈറലിന്റെ സെൻട്രലിലായിട്ട് മുകളിൽ ഒരു സ്പൈറൽ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ചെടുത്ത സ്പൈറൽസിന് മുകളിലൊക്കെ ചുറ്റിലും ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ലീവ്സോ 3 ലീവ്സോ ഒന്ന് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻട്രലിലുള്ള ഫിംഗറിന്റെ മുകളിൽ 5 ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി അടുത്തൊരു ഫിംഗർ കൂടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഡിസൈനിന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.